السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, 22/5/2026 ഇഗ്തിനാമുൽ അശ്ർ എന്ന ശീർഷകത്തിൽ വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ശ്രേഷ്ഠമേറിയ 10 ദിനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങൾ, ഏറ്റവും പവിത്രമായ ദിവസങ്ങൾ, ആ ദിവസങ്ങൾ വന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വരും. അവൻ്റെ കാരുണ്യങ്ങൾ നമുക്ക് മേൽ സദാസമയവും വർഷിച്ചുകൊണ്ടിരിക്കും. ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറെ പവിത്രമേറിയ, ഏറെ മഹത്വമുള്ള ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ ദിവസത്തെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൻ അശ്ർ. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ 10 ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അവർ അള്ളാഹുവിൻ്റെ നാമം കൂടുതലായി ചൊല്ലും. അറിയപ്പെട്ട ആ ദിവസങ്ങൾ, അള്ളാഹുവിൻ്റെ അടുക്കലും ആ ദിവസങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമൽ അശ്ർ. അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളെക്കാൾ മികച്ചതായി മറ്റൊന്നും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ കരുണാകടാക്ഷങ്ങൾ ചൊരിഞ്ഞു തരുന്ന ദിവസം. എല്ലാവരും അതിൽ പ്രത്യേകം ശ്രദ്ധരാകും. എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും? ആ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് കൂടിയ ദിവസങ്ങളാണ്. നിസ്കാരവും നോമ്പും സദഖയും ഹജ്ജും ദിക്റും ഖുർആൻ പാരായണവും തക്ബീറും പ്രാർത്ഥനയും തൗബയും പാപമോചനവും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, കുടുംബബന്ധം ചേർക്കൽ, ജനങ്ങൾക്ക് കഴിയുന്ന അത്ര ഉപകാരങ്ങൾ ചെയ്യൽ, എല്ലാം ഒരുമിച്ച് കൂടിയ ഈ 10 ദിവസങ്ങൾ ഏറെ ഫലപ്രദമേറിയതാണ്. അത് നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അതിലെ ഒരു ദിവസവും ഒരു നിമിഷവും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഒരു വിശ്വാസിയായ മനുഷ്യൻ ആ ദിവസങ്ങൾ വരുമ്പോൾ നിഷ്കളങ്കമായി തൗബ ചെയ്യും. അവൻ്റെ ശരീരത്തെ അവൻ ശുദ്ധിയാക്കും, ഹൃദയത്തെ അവൻ സ്ഫുടം ചെയ്തെടുക്കും. അവൻ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യതകൾ എന്തൊക്കെയുണ്ട് എങ്കിൽ അതൊക്കെ കൊടുത്തുവിട്ടും. നബി തങ്ങൾ പറഞ്ഞു, മൻ കാനത്ത് ഇൻദഹു മദ്ലമത്തുൽ അഖീഹി ഫൽയതഹല്ലൽഹു മിൻഹാ. ആരെങ്കിലും അവൻ്റെ സഹോദരന് എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അവൻ അത് കൊടുത്തുവിട്ടി സംശുദ്ധനാവട്ടെ എന്ന്. വിശ്വാസി ഈ ദിവസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലും, തക്ബീറുകൾ വർദ്ധിപ്പിക്കും, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കും, ഹംദ് ചെയ്യും, സ്തുതികൾ അർപ്പിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് അങ്ങനെയാണല്ലോ. അവിടെന്ന് പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏറെ പ്രധാനപ്പെട്ട മറ്റു ദിവസങ്ങളില്ല. ഫാക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ വർദ്ധിപ്പിക്കുക, അല്ലാഹു അക്ബർ എന്ന തക്ബീർ വർദ്ധിപ്പിക്കുക, അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദ് വർദ്ധിപ്പിക്കുക. ചെറിയ വചനങ്ങളാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അവകൾക്ക് വലിയ പ്രതിഫലവും പ്രാധാന്യവും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അവൻ്റെ മലക്കുകൾ നാം ചൊല്ലുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളുമൊക്കെ ഉയർത്തിക്കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചൊല്ലിയ ആളുകളെ പ്രത്യേകം ഓർത്തെടുക്കും. ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലദീ തദ്കുറൂന മിൻ ജലാലില്ലാഹി വ തസ്ബീഹിഹി വ തഹ്മീദിഹി വ തഹ്ലീലിഹി തതഅത്തഫു ഹൗലൽ അർശ്. ഒരാൾ ചൊല്ലുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളുമൊക്കെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ ചുറ്റും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ലഹുന്ന ദവിയുൻ കദവിയിൻ നഹിൽ.
തേനീച്ചകൾ കൂട്ടമായി നീങ്ങുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന ശബ്ദം പോലെയുള്ളൊരു ശബ്ദം. ആ ശബ്ദങ്ങൾ ആ ചൊല്ലിയ വ്യക്തിയെപ്പറ്റി റബ്ബിന്റെ അടുക്കൽ പ്രത്യേകം എടുത്തു പറയും. അഫലാ യുഹിബ്ബു അഹദുക്കും അല്ലാ യസാലഹു ലഹു ഇൻദല്ലാഹി ശൈഉൻ യുദക്കിറു ബിഹി. നിങ്ങളിൽ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങളെപ്പറ്റി അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്നുണ്ടാകൽ. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നാം തക്ബീറുകളും തസ്ബീഹുകളും തഹ്ലീലുകളും വർദ്ധിപ്പിക്കുക. നിർബന്ധമായ നിസ്കാരങ്ങൾ കൃത്യതയോടുകൂടി നിറവേറ്റുക. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസ് ഖുദ്സിയിലൂടെ പറയുന്നുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. ഒരാൾ എൻ്റെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവനാകുക, എൻ്റെ ഏറ്റവും സമീപസ്ഥനാകുക, അവൻ്റെ മേലിൽ നിർബന്ധമാക്കിയതിനേക്കാൾ കൂടുതലായി സുന്നത്തുകൾ അവൻ ചെയ്യുമ്പോഴാണ്. അങ്ങനെ സുന്നത്തുകൾ കൂടുതലായി വർദ്ധിപ്പിച്ചാൽ ഞാൻ അവനെ പ്രിയം വെക്കും. അതുകൊണ്ട് നാം നിസ്കാരം നിർവഹിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിൽ ഒരിക്കലും അശ്രദ്ധരായിക്കൂടാ. തക്ബീറുകളും തസ്ബീഹുകളുമൊക്കെ ഈ സമയങ്ങളിൽ നാം വർദ്ധിപ്പിക്കണം. ഖുർആൻ പാരായണം പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയതിൽ നിന്ന് കഴിയുന്ന അത്ര ദാനധർമ്മങ്ങൾ ചെയ്യണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. രക്തബന്ധങ്ങൾ ചേർക്കണം. മറ്റുള്ളവരിലേക്കൊക്കെ നമ്മുടെ നന്മയുടെ കരങ്ങൾ നീട്ടി നാം കഴിയുന്നത്ര ദാനധർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. നമ്മളോട് ആരെങ്കിലുമൊക്കെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ അവർക്ക് നാം അത് വിട്ടുപുറത്ത് കൊടുക്കണം. ഇത് നല്ല അവസരങ്ങളാണ്. അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുകയില്ല. നമ്മുടെ വയസ്സ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ബുദ്ധിമാന്മാരായ ആളുകൾ എല്ലാ ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്തും. ഇന്ന് നമുക്കുള്ളതാണ്, നാളെ നമുക്കുണ്ടോ എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നല്ല അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. ഇബാദത്തുകളെ കൊണ്ട് ഈ ദിവസങ്ങൾ നാം സജീവമാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിശിഷ്യ ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിവസത്തിൻ്റെ നോമ്പ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യസൂമു ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ 9 അന്ന് നബി തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമേറിയ നോമ്പാണ് സുന്നത്ത് നോമ്പുകളിൽ അറഫ ദിവസത്തിൻ്റെ നോമ്പ്. അത് നാം എടുത്ത് ആ പ്രതിഫലം നാം നേടിയെടുക്കണം. നോമ്പെടുക്കാൻ നബി തങ്ങൾ നമ്മളെ പ്രേരിപ്പിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, സിയാമു യൗമി അറഫത്ത അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബ്ലഹു വസനത്തല്ലതി ബഅദ. അറഫ ദിവസത്തിൻ്റെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തിൻ്റെയും വരുന്ന ഒരു വർഷത്തിൻ്റെയും നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ മതിയായതാണ്. അള്ളാഹു നൽകുന്ന വലിയ ഔദാര്യം, അവൻ്റെ ആ ഓശാരം, ഈ ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ പറ്റുന്ന നല്ല അവസരം. അള്ളാഹു അവൻ്റെ അടിമകളെ ഏറ്റവും കൂടുതലായി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസവും ഈ അറഫ ദിവസത്തിലാണ്. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അള്ളാഹു അറഫ ദിവസത്തിൻ്റെ നാളിൽ അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ര മറ്റൊരു ദിവസത്തിലും അടിമകളെ മോചിപ്പിക്കുകയില്ല. ഓരോ നിമിഷങ്ങളും നാം പ്രാർത്ഥന കൊണ്ട് നിർഭരമാകണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാകണം നമ്മൾ ഓരോരുത്തരും. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നബിതങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. നാം അള്ളാഹു ചെയ്തു എന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഒരു അടിമ അവനെ പ്രത്യേകം സ്തുതിക്കുന്നത് അവൻ അറിഞ്ഞാൽ, അള്ളാഹു അത് യാഥാർത്ഥ്യത്തിലുള്ള സ്തുതിയാണ് എന്ന് മനസ്സിലാക്കിയാൽ അവൻ്റെ മേൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കും. കവി പറഞ്ഞില്ലേ, ഇദാ അസ്നാ അലൈക്കൽ മർഉ യൗമൻ കഫാഹു മിൻ തഅറുദിഹി സനാഉ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം യഥാർത്ഥത്തിൽ ഒരു സ്തുതിച്ചാൽ അവൻ ആവശ്യമായതൊക്കെ അല്ലാഹു തആല നൽകുന്നതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തക്ബീറുകളും തസ്ബീഹുകളും ഒക്കെ വർദ്ധിപ്പിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് സലാമുകൾ നമ്മൾ ചൊല്ലണം. ദുആ എല്ലാ നന്മയുടെ കവാടങ്ങളും നമുക്ക് തുറന്നു തരുന്നതാണ്. പ്രതീക്ഷ നമുക്ക് ഏറെയുള്ളത് പ്രാർത്ഥനയിലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുൻതു ഉസല്ലി വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ വ ഉമറു മഅ. ഞാൻ നിസ്കരിക്കുകയാണ്, തിരുദൂതരുണ്ട് അവിടെ, അബൂബക്കറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുമയുമുണ്ട്. ഞാൻ നിസ്കാരം കഴിഞ്ഞ് അവിടത്തെ തന്നെ ഇരുന്നു. അങ്ങനെ ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും സലാമും ചൊല്ലി. ശേഷം ഞാൻ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് കേട്ട നബി തങ്ങൾ പറഞ്ഞു, സൽ തുഅത, നിന്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നതാണ്. നീ ചോദിച്ചത് നിനക്ക് ലഭിക്കപ്പെടും. അതുകൊണ്ട് നീ അള്ളാഹുവിനോട് ചോദിച്ചോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ അനുഗ്രഹീതമായ 10 ദിവസങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ എല്ലാ നന്മകളും ചെയ്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അള്ളാഹു സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.